ഉച്ചയ്ക്ക് പടവലങ്ങ തോരനും തൈരും മുട്ട പൊരിച്ചതും പിന്നെ അച്ചാറ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പടവലങ്ങ തോരൻ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ സവോളയും പച്ചമുളകും ഇട്ട് വഴറ്റി ഒന്ന് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം പടവലങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ. ഏകദേശം നന്നായി ഒന്ന് വെന്ത് വരണം. അപ്പോൾ സിമ്മിൽ വെച്ചിട്ടാണ് ഞാൻ നന്നായി ഒന്ന് വേവിച്ച് കൊടുത്തത് കേട്ടോ. വെള്ളമൊന്നും ചേർത്തില്ല, അല്ലാതെ തന്നെ നന്നായി ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നമ്മുടെ തേങ്ങ ഇട്ടു, കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ഇട്ടു, പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ടൊന്ന് ചതച്ചെടുത്തു. ജീരകത്തിൻ്റെ പൊടി മോൾക്കൊട്ടും ഇഷ്ടമല്ല കേട്ടോ, ജീരകം ഇടുന്നത്. പക്ഷേ ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് പ്രകാരം ഞാൻ ആദ്യമായിട്ടാണ് വെക്കണത്. അപ്പോൾ ഞാൻ അങ്ങനെ തയ്യാറാക്കി വെന്ത് വന്നപ്പോൾ തേങ്ങയുടെ അരപ്പിട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ചോറും തൈരും മുട്ട പൊരിച്ചതും അച്ചാറും കൂട്ടി ഞാൻ ചോറുണ്ടു. പതിവ് പോലെ തന്നെ നമ്മുടെ ജീരകം ഇട്ടതിന് അവളുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു.